അതായത് മുസ്ലിം ലീഗിന്റെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം. അത് പറയാനൊരു കാരണം, പലപ്പോഴായിട്ട് മുസ്ലിം ലീഗിനെ മലബാർ പാർട്ടി എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് തന്നെ ചിലർ അതിനെ വിശേഷിപ്പിക്കുമ്പോൾ, ശരിക്കും നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അദ്ദേഹം മട്ടാഞ്ചേരി മണ്ഡലത്തിലെ അവസാനത്തെ MLA എന്ന് കൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം അതിനുശേഷം ഇപ്പോഴും മട്ടാഞ്ചേരി മണ്ഡലമില്ല. 4 തവണ MLA ആയി, 2 തവണ മന്ത്രി. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇബ്രാഹിം കുഞ്ഞു സാഹിബ് എന്ന് പറയുന്നയാള് പിന്നെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ ആ തെക്കൻ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് ആദ്യകാല മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലൊക്കെ ഈ കൊച്ചിയിൽ, കൊടുങ്ങല്ലൂർ, കൊച്ചി ഈ പ്രദേശം CD സാഹിബ് ഉൾപ്പെടെയുള്ള ധാരാളം നേതാക്കന്മാരുടെ ഒരു തട്ടകമാണ്. പക്ഷേ ഈ വർത്തമാന രാഷ്ട്രീയ ലോകത്ത് ശരിക്കും മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ ചന്ദ്രിക, കൊച്ചിയിൽ ചന്ദ്രികയുടെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് നമ്മളിപ്പം ചന്ദ്രികയുടെ പത്രാധിപർ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആ യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ, അതിന്റെ മേൽനോട്ടം, അതിന്റെ നടത്തിപ്പ് തുടങ്ങി, അതായത് അദ്ദേഹം 2 തവണ മന്ത്രിയായപ്പോഴും ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ ധാരാളം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സേവനം നോക്കിക്കഴിഞ്ഞാൽ വളരെ, നമ്മൾ പലപ്പോഴായിട്ട് ആലങ്കാരികമായിട്ട് പറയാറുള്ളതാണെങ്കിൽ പോലും വളരെ ലളിത സുന്ദരമായിട്ട് ഒരു മന്ദസ്മിതം പോലെ അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു പരാതികൾക്കും ഇടം നൽകാത്ത വിധമുള്ള നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മനുഷ്യനാണ്. ചന്ദ്രിക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പാർട്ടിയുടെ മുഖപത്രമാണ്. ആ മുഖപത്രത്തിന്റെ മേൽനോട്ടത്തേക്കാൾ ദീർഘകാലമായിട്ട് അദ്ദേഹം ഡയറക്ടറാണ്. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ആ ഡയറക്ടർ ബോർഡിൽ ദീർഘകാലമായിട്ട് ഡയറക്ടറായി ഇരുന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിച്ച നല്ല ഒരു മനുഷ്യനാണ്. എന്തായാലും അദ്ദേഹം കുറച്ചു കാലമായിട്ട് കിടപ്പിലായിരുന്നു. ആ കിടപ്പിൽ ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കൊച്ചിയിൽ യോഗത്തിൽ അദ്ദേഹം വരാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ലേക്ക് ഷോറിൽ കാണിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ അപ്പോഴത്തേന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി പറഞ്ഞ ഒരാളാണ്. അപ്പോൾ എന്തായാലും ആ വിയോഗം നമുക്ക് വലിയ നഷ്ടമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.